ഹലോ ഡിയേഴ്സ്, അങ്ങനെ വീണ്ടും ഒരു ഡോറ ബുജി തീം കേക്കാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് മൂത്ത ആളിന് മാത്രം സ്കൂളുള്ള ദിവസമായതുകൊണ്ട് അവന് ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് അവനെ പറഞ്ഞു വിട്ടിട്ട് കേക്ക് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. ഈവനിങ് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കൊടുക്കാനുള്ള കേക്കായിരുന്നു ഇത് കേട്ടോ. പക്ഷേ കേക്ക് ചെയ്യാൻ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് എൻ്റെ ചെറിയ മക്കൾ രണ്ടുപേരുടെ നിർബന്ധം തുടങ്ങി കേട്ടോ. അവിടെ ഒരു കപ്പയ്ക്ക ഉണ്ടായിരുന്നു, അപ്പോൾ അവർക്കത് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ടായിരുന്നു നിർബന്ധം. കപ്പയ്ക്ക് നന്നായിട്ട് പഴുത്തിട്ടില്ലായിരുന്നു, അതെനിക്കറിയാം. എങ്കിലും അതിനകത്തുള്ള സ്റ്റാർ കണ്ടതോടുകൂടി രണ്ടുപേരും ഹാപ്പിയായി. പിന്നെ ക്രിസ്മസ് ഒക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ടാണോ കപ്പയ്ക്കയിൽ സ്റ്റാർ വന്നതെന്നാണ് ഗസലിൻ്റെ ചോദ്യം. അങ്ങനെ മക്കൾ രണ്ടുപേരെ അവിടെ പറ്റിച്ചിരുത്തിയിട്ട് ഞാൻ കേക്കിൻ്റെ പണി ആരംഭിച്ചു. ഇതിന് റെഫറൻസ് പിക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതുപോലെ ചെയ്താൽ മതിയായിരുന്നു ജസ്റ്റ്. അങ്ങനെ കേക്ക് ഫൈനൽ കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഈവനിങ് കേക്ക് കൊടുക്കുന്നതിന് തൊട്ട് മുന്നെയാണ് ഞാൻ ഈ ഫിനിഷിങ് പരിപാടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. പണ്ടൊക്കെ തീം കേക്കൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഡോറ ബുജിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ എവിടെയൊക്കെ വെക്കണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ കുറേ വ്യത്യാസമുണ്ട്. കാര്യം ഡോറ ബുജിയുടെ കേക്ക് ഞാനിപ്പോൾ കുറച്ച് ആയി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ നല്ല ടെൻഷൻ ഫ്രീ ആണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴേ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.